നമസ്കാരം. ഇസ്രായേലും ഇറാനും പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ഒരു നിഴൽ യുദ്ധം പോലെ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഘർഷം. പക്ഷേ അടുത്തിടെ കാര്യങ്ങൾ മാറി. ആ നിഴൽ യുദ്ധം ഒരു തുറന്ന പോരാട്ടമായി മാറിയിരിക്കുകയാണ്, ലോകത്തെ മുഴുവൻ ഒരു വലിയ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്. ഇതൊരു സാധാരണ പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ഇത് ആഗോള സമാധാനത്തിന് തന്നെയുള്ള ഒരു വലിയ ഭീഷണിയാണ്. ഈ അപകടകരമായ ഏറ്റുമുട്ടലിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കാര്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വാചകം മാത്രം മതി. ഒന്ന് ആലോചിച്ചു നോക്കൂ. 2023 ഒരു ഇസ്രേലി മന്ത്രി പറഞ്ഞതാണിത്. ആണവായുധമെന്നത് വെറുമൊരു ഭീഷണി മാത്രമല്ല, അത് ഉപയോഗിക്കാൻ പോലും സാധ്യതയുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഇത്തരം സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരു മേഖല മാത്രമല്ല, സത്യം പറഞ്ഞാൽ ലോകം മുഴുവനാണ് ഭയപ്പെടുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയും വഷളായത്? പശ്ചിമേഷ്യയിലെ ഈ രണ്ട് പ്രധാന ശക്തികൾ എങ്ങനെയാണ് ഈ ഒരു അപകടകരമായ വഴിയിലേക്കെത്തിയത്? ഇതിനുത്തരം കണ്ടെത്താൻ നമുക്ക് രണ്ട് രാജ്യങ്ങളുടെയും ആണവ പദ്ധതികളുടെ കഥ, അതായത് സമാന്തരമായി മുന്നോട്ടു പോയ രണ്ട് കഥകൾ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വിശകലനത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇസ്രായേലിനെ പറ്റിയാണ്. ലോകത്തിൽ നിന്ന് ഔദ്യോഗികമായി മറച്ചുവെച്ച, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു രഹസ്യമാണത്. ഇസ്രായേലിന്റെ ആണവായുധ ശേഖരം. അതിന്റെ ചരിത്രവും ശക്തിയും എന്താണെന്ന് നോക്കാം. ഇസ്രായേലിന്റെ ഈ യാത്രയുടെ തുടക്കം ഭയങ്കര രഹസ്യമായിട്ടായിരുന്നു. 1950കളുടെ അവസാനത്തിൽ ഫ്രാൻസിന്റെ സഹായത്തോടെ ഡിമോണ മരുഭൂമിയിൽ അവരൊരു ന്യൂക്ലിയർ റിയാക്ടർ പണിയാൻ തുടങ്ങി. 1963 അത് പ്രവർത്തനക്ഷമമായി. അതിനുശേഷം വെറും 3-4 വർഷം കൊണ്ട് അവരുടെ ആദ്യത്തെ ആണവായുധം തയ്യാറായി എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇസ്രായേലിന്റെ ആണവ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: മനഃപൂർവമായ അവ്യക്തത. എന്നുവെച്ചാൽ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയില്ല, ഇല്ല എന്നും പറയില്ല. ഒരു തരം പിടികൊടുക്കാത്ത നിലപാട്. ഈ ഒരു രഹസ്യ സ്വഭാവം അവർക്കൊരു ഡിഫൻസ് പോലെയാണ്. മറ്റു രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാതെയും അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടും മുന്നോട്ടു പോവാൻ ഈ പോളിസി അവരെ സഹായിക്കുന്നു. ഈ നയം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാമോ? അവരുടെ ഒരു സ്ഥിരം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതാണത്. ഇവിടെ ആ കൊണ്ടുവരിക എന്ന വാക്കിന് അവർ കൊടുക്കുന്ന അർത്ഥം ഭയങ്കര ട്രിക്കിയാണ്. അതായത് അവർ ഒരു ആണവായുധം പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ടെന്ന് ഔദ്യോഗികമായി സമ്മതിക്കുകയോ ചെയ്താൽ മാത്രമേ അത് കൊണ്ടുവന്നു എന്ന് കണക്കാക്കൂ. അതുവരെ എല്ലാം രഹസ്യം. ശരിക്കും എത്ര ബോംബുണ്ട് അവരുടെയിന്? ആർക്കും കൃത്യമായ കണക്കില്ല. കാരണം അവർ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ വിദഗ്ധർ കണക്കാക്കുന്നത് ഏകദേശം ഒരു 90-400 വരെ ന്യൂക്ലിയർ ബോംബുകൾ അവരുടെ കയ്യിലുണ്ടാകുമെന്നാണ്. ഇതൊരുമാതിരി ലോകത്തിന് മുഴുവൻ അറിയാവുന്നൊരു രഹസ്യമാണ്. ഇതൊരു ചെറിയ കളിയല്ല. ഇസ്രായേലിന്റെ കപ്പാസിറ്റി വളരെ വലുതാണ്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തുനിന്നും എവിടെ നിന്നും അവർക്ക് ന്യൂക്ലിയർ അറ്റാക്ക് നടത്താൻ കഴിയും. ഇതിലേറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം ജെറിക്കോ മിസൈലുകളാണ്. അവയ്ക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് എത്താൻ കഴിയും. അതിന്റെ അർത്ഥം ഈ ഭീഷണി മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതൊരു ഗ്ലോബൽ ഭീഷണിയാണ്. ഓക്കേ, ഇനി നമുക്ക് കഥയുടെ മറ്റേ ഭാഗത്തേക്ക് പോകാം. ഇറാൻ. ഇവിടുത്തെ കാര്യങ്ങൾ ഇസ്രായേലിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം കൂടുതൽ പരസ്യമായിരുന്നു, ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. അതിന്റെ കഥ തീർത്തും വ്യത്യസ്തമാണ്. ഈ പ്രശ്നത്തിനൊരു സമാധാനപരമായ പരിഹാരം കാണാൻ ഒരു ശ്രമം നടന്നിരുന്നു. അതാണ് 2015 ഇറാൻ ന്യൂക്ലിയർ ഡീൽ. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചു നോക്കി നിന്നൊരു കരാറായിരുന്നു അത്. ആ ഡീൽ പ്രകാരം ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം വെറും 3.67% നിർത്തും. പകരം അവർക്ക് സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് കിട്ടും. അതൊരു വലിയ നയതന്ത്ര വിജയമായിട്ടാണെന്ന് കണ്ടിരുന്നത്. പക്ഷേ 2018 തകിടം മറിഞ്ഞു. അമേരിക്ക കരാറിൽ നിന്ന് ഒറ്റയടിക്ക് പിന്മാറി. അതൊരു നിർണായകമായ നിമിഷമായിരുന്നു. ആ ഡീൽ മാത്രമല്ല അന്ന് തകർന്നത്. ഇത്തരം വലിയ പ്രശ്നങ്ങൾക്ക് ചർച്ചകളിലൂടെ പരിഹാരം കാണാമെന്ന ലോകത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. ഡീൽ തകർന്നതോടെ ഇറാൻ റോക്കറ്റ് വേഗത്തിലാണ് മുന്നോട്ടു പോയത്. കരാർ പ്രകാരമുള്ള 3.67% നിന്ന് നേരെ 60% വരെ അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ചു. വെപ്പൻ ഉണ്ടാക്കാൻ വേണ്ടത് 90%. അതിന്റെ തൊട്ടടുത്താണ് അവരെത്തിയത്. ഈ ഒരു കുതിച്ചുചാട്ടം ലോകത്തെ ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു. ഈ സാഹചര്യം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് കാണിക്കുന്ന ഒരു കണക്കാണിത്. ബ്രേക്ക് ഔട്ട് ടൈം എന്ന് പറയും. അതായത് ഒരു ബോംബുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ റെഡിയാക്കാൻ എടുക്കുന്ന സമയം. 2025 ആയപ്പോഴേക്കും ഇറാന്റെ ഈ ബ്രേക്ക് ഔട്ട് ടൈം ഏകദേശം 0. എന്നുവെച്ചാൽ
അവർക്ക് വേണമെന്ന് വെച്ചാൽ ലോകം അറിയുന്നതിനു മുൻപ് തന്നെ ഒരു ബോംബുണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കാനാണ്? പതിറ്റാണ്ടുകളായി നിഴലിൽ നടന്ന യുദ്ധം പുറത്തേക്ക് വന്നു. സമാന്തരമായി പോരുന്ന ഈ രണ്ട് ആണവ കഥകളും ഒരു വലിയ സംഘട്ടനത്തിൽ കൂട്ടിമുട്ടി. ലോകം പേടിച്ചത് തന്നെ സംഭവിച്ചു. കാര്യങ്ങളെല്ലാം നടന്നത് വളരെ പെട്ടെന്നായിരുന്നു. ജൂൺ 13 ഇസ്രായേൽ ഇറാനിലെ 100ഓളം തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയും കളത്തിലിറങ്ങി. ഇറാന്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പ്ലാന്റുകളായ ഫോർഡോ, നത്താൻസ്, ഇസ്ഫഹാനൊക്കെ അവർ ആക്രമിച്ചു. അവസാനം ജൂൺ 23 ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും അതുകൊണ്ട് സംഘർഷം അവസാനിച്ചില്ല. അറ്റാക്ക് കഴിഞ്ഞ ഉടനെ ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു, ഞങ്ങൾ ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം തകർത്തുവെന്ന്. പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചത്? ഇന്റർനാഷണൽ ഏജൻസികൾ പറയുന്നത് ആ സമയത്ത് ഇറാൻ ബോംബ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ലായിരുന്നു എന്നാണ്. അപ്പോ ഇവിടെ രാഷ്ട്രീയ പ്രസ്താവനകളും യഥാർത്ഥ വസ്തുതകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ വെടിനിർത്തൽ കൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. 2026 ഫെബ്രുവരിയിൽ വീണ്ടും ആക്രമണമുണ്ടായി. അമേരിക്കയും ഇസ്രായേലും വീണ്ടും ഇറാനെതിരെ ആക്രമണം നടത്തി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും ഇതൊരു തുടർക്കഥയാവുകയാണെന്നും ലോകത്തിന് വ്യക്തമായി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഈ ആക്രമണങ്ങൾക്ക് ശേഷം മിഡിൽ ഈസ്റ്റ് ശരിക്കും ഒരു ടൈം ബോംബിന് മുകളിലാണിരിക്കുന്നത്. പഴയ നിയമങ്ങളൊക്കെ മാറി, പുതിയ അപകടങ്ങൾ വന്നു. ഇത് ലോകത്തിന് മുഴുവനൊരു വലിയ ഭീഷണിയാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്താൽ തന്നെ ഈ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാവും. നോക്കൂ, ഒരു സൈഡിൽ ഇസ്രായേൽ. അവരുടെ കയ്യിൽ ബോംബുണ്ട്, പക്ഷെ സമ്മതിക്കില്ല. ഒരു അന്താരാഷ്ട്ര നിയമവും അവർക്ക് ബാധകമല്ല. മറുസൈഡിലോ ഇറാൻ. ബോംബില്ലാന്ന് പറയുന്നു, പക്ഷെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അന്താരാഷ്ട്ര കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്, പക്ഷെ നിരീക്ഷകരെ പൂർണ്ണമായി അനുവദിക്കുന്നുമില്ല. ഈ ഒരു കോൺട്രാസ്റ്റ് തന്നെയാണ് ഏറ്റവും വലിയ അപകടം. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ കളിയുടെ റൂൾസൊക്കെ മാറ്റിമറിച്ചു. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ പ്ലാന്റുകൾ ഇപ്പോൾ നേരിട്ടുള്ള മിലിറ്ററി ടാർഗറ്റുകളാണ്. 2026 മാർച്ചിൽ ഇറാൻ ഇസ്രായേലിന്റെ ഡിമോണ ന്യൂക്ലിയർ പ്ലാന്റിനെ നേരെ ആക്രമണം നടത്തി. പണ്ടാരും ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഒന്നാണിത്. ചർച്ചകൾക്കുള്ള വഴിയടഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാവുന്നൊരവസ്ഥ. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിൽ ബാക്കിയാവുന്ന ചോദ്യം. പഴയ നിയമങ്ങളെല്ലാം ഇല്ലാതായി, നിയന്ത്രണങ്ങളും ചർച്ചകളും പരാജയപ്പെട്ടു. ഈയൊരു സാഹചര്യത്തിൽ അടുത്തൊരു ആക്രമണം അതൊരാഗോള ആണവദുരന്തമായി മാറില്ല എന്ന് ആർക്കാണ് ഉറപ്പു പറയാൻ കഴിയുക? ഈയൊരു അപകടകരമായ ചോദ്യം ബാക്കുവെച്ച് ഈ വിശകലനം നമുക്കിവിടെ നിർത്താം.